മരണത്തിന് ശേഷം ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? ശരിക്കും ആത്മാവ് പുറത്തേക്ക് പോകാറുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ കണ്ടാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിക്കണം. അങ്ങനെ കാണാൻ സാധിച്ചാൽ ആ അവസരം നിങ്ങൾ മുതലാക്കും. ഇങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ മുഴുവൻ കത്തിക്കരിച്ച ഒരാളുടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. എന്താണ് ആ കുടുംബത്തിന് സംഭവിച്ചത്? ആരാണ് ആ കൊടും ക്രൂരത ചെയ്തത്? എവിടെയാണ് ഈ സംഭവം നടന്നത്? അത് പറയുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോന് വേണ്ടി ഞാൻ ഇനിയും ഇതുപോലുള്ള കഥകളും കാര്യങ്ങളായിട്ട് വരും. സോ സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെൽ ബട്ടൺ പ്രസ് ചെയ്തേക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, വെൽക്കം ടു മൈ ഡി ടാക്സ് വീഡിയോ നമ്പർ 1. 2017 ഏപ്രിൽ മാസം ഒരു കടുത്ത ചൂടിന് ശേഷം കേരളത്തിലെ തിരുവനന്തപുരം എന്ന ജില്ലയിലെ നന്ദൻകോടി എന്ന സ്ഥലത്ത് പകൽ സമയത്തൊരു വീട് കത്തി നശിക്കുന്നു. ആദ്യമൊക്കെ വളരെ നിസ്സാരമായി കണ്ട ജനങ്ങൾ പിന്നീട് പോലീസിനെ വിവരം അറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും അവിടെ എത്തി. ഫയർഫോഴ്സിന്റെ വളരെ നീണ്ട സമയത്തെ പ്രവർത്തന ശേഷം തീ അണഞ്ഞതിന് ശേഷം ആ വീട്ടിൽ കണ്ടത് വളരെ ഭീകരവും പേടിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളായി. ആ വീട്ടിൽ നിന്നും പോലീസിനെ കത്തിക്കരിഞ്ഞ് 5 മൃതദേഹങ്ങൾ കിട്ടി. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ ഒരു ബോഡി ഡമ്മി ബോഡിയായിരുന്നു. ഈ കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ് അവിടെ നിന്നും ആരംഭിക്കുന്നു. കത്തിക്കരിഞ്ഞ ബോഡിക്കിടയിൽ നിന്നും ഈ ഡമ്മി ബോഡി എവിടെ നിന്നും വന്നു? നമ്മുടെ കേരള പോലീസല്ലേ, ബുദ്ധി രാക്ഷസന്മാരായ അവർ അന്വേഷണം ആരംഭിച്ചു. ട്വിസ്റ്റ് നമ്പർ 2, കത്തിക്കരിഞ്ഞ വീടിനുള്ളിൽ നിന്നും പെട്രോൾ നിറച്ച ഒരു ക്യാൻ ലഭിക്കും. ട്വിസ്റ്റ് നമ്പർ 3, കത്തിക്കരിഞ്ഞ ബോഡികളിൽ ഒന്നും തീ കൊണ്ട് കത്തിക്കരിഞ്ഞത് കൊണ്ടല്ല അവർ മരണമടഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം കത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയതാണെന്ന് തെളിയുന്നു. ഇതിനുള്ളിൽ നിന്ന് ലഭിച്ച കമ്പ്യൂട്ടറിനുള്ളിലെ സെർച്ച് ഹിസ്റ്ററി മരണശേഷം ആത്മാവ് എങ്ങനെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും, എങ്ങനെയാണ് കൊലപാതകം നടത്തേണ്ടത്, ബ്ലാക്ക് മാജിക് എന്താണ് എന്നിവയെക്കുറിച്ചുള്ള സെർച്ച് ഹിസ്റ്ററി പോലീസ് കണ്ടെത്തുന്നു. അയൽവാസികളെ ചോദ്യം ചെയ്ത പോലീസിന് ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ലഭിച്ചു. ആ വീട്ടിലെ ഏകപുത്രനായ കേഡൽ ജെൻസൺ രാജ എന്ന വ്യക്തി കഴിഞ്ഞ 3 ദിവസമായി ആ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും മറ്റാരെയും പുറത്തേക്ക് കണ്ടിട്ടില്ല എന്നും ആയിരുന്നു ആ വൈറ്റൽ ഇൻഫർമേഷൻ. സ്വാഭാവികമായും പോലീസ് കേഡൽ ജെൻസൺ രാജയിലേക്ക് അന്വേഷണം തിരിച്ചു. 2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം കേഡൽ ജെൻസൺ രാജയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിനടുത്ത് വെച്ച് പോലീസ് കണ്ടെത്തി. അപ്പോഴും ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. സ്വന്തം മകൻ തൻ്റെ വീട്ടിലുള്ള ആളുകളെ മുഴുവൻ ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അറസ്റ്റിന് ശേഷം കേഡൽ ജെൻസൺ രാജ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടതിന് ശേഷം ഓരോ ഉദ്യോഗസ്ഥന്റെയും ഹൃദയമെടുത്തു. 5 പേരടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു കേഡൽ ജെൻസൺ രാജ. ഡോക്ടർ രാജ തങ്കം, ജെൻസൺ രാജയുടെ അച്ഛൻ. ഡോക്ടർ ജീൻ പത്മ, ജെൻസൺ രാജയുടെ അമ്മ. കരോളിൻ രാജ, ഏക സിസ്റ്റർ. പിന്നെ ലളിത എന്ന പേരിലുള്ള ഒരു വൃദ്ധയായ സ്ത്രീ. ചെറുപ്പത്തിൽ പഠനത്തോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേഡൽ ജെൻസൺ രാജ മാതാപിതാക്കളുടെ വഴക്ക് കേട്ടാണ് വളർന്നു വന്നത്. 2 നില വീട്ടിൽ സമൂഹത്തിനോട് യാതൊരു ബന്ധവുമില്ലാതെ വളർന്നു വന്ന ആ ചെറുപ്പക്കാരൻ അവൻ പോലും അറിയാതെ എപ്പോഴോ ഒരു സൈക്കോ ആയി മാറി. 2017 ഏപ്രിൽ മാസത്തിൽ താൻ ഡെവലപ്പ് ചെയ്ത ഗെയിം കാണിക്കാനെന്ന് കള്ളം പറഞ്ഞ് സ്വന്തം അമ്മയെ 2ാം നിലയിലേക്ക് വിളിച്ചു വരുത്തി കോടാലി കൊണ്ട് ആഞ്ഞു കെട്ടി. പിന്നീട് മൃതദേഹം ബാത്റൂമിലേക്ക് വലിച്ചു മാറ്റി. പുറത്തുപോയി വന്ന അച്ഛനെയും അനുജത്തെയും ഇതേപോലെ തന്നെ കോടാലി കൊണ്ട് വെട്ടി അദ്ദേഹം കൊലപ്പെടുത്തി. തുടർന്ന് കണ്ണു കാണാത്ത ആ സ്ത്രീയെയും അവൻ ക്രൂരമായി കൊലപ്പെടുത്തി. ശരീരത്തിൽ നിന്നും ആത്മാവ് പോകുന്നത് കാണാൻ വേണ്ടി അഴുകിയ ചീഞ്ഞ മൃതദേഹത്തിനടുത്ത് ഏകദേശം 3 ദിവസത്തോളം അയാൾ കാത്തിരുന്നു.
ചീഞ്ഞുനാറിയ മൃതദേഹം കണ്ട് താൻ പിടിക്കപ്പെടുമെന്ന് ബോധ്യപ്പെട്ട കേഡൽ ജോൺസൺ രാജ നേരത്തെ താൻ കരുതി വെച്ച പെട്രോൾ ഒഴിച്ച് മുഴുവൻ മൃതദേഹവും കത്തിക്കരിച്ചു. കൂടെ താനും മരിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഡെമ്മി ബോഡി കൂടി അദ്ദേഹം കൂടെ കത്തിച്ചു. കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലേക്ക് പോയ കേഡൽ ജോൺസൺ രാജ അവിടെ നിന്നും 2 ദിവസത്തിന് ശേഷം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കേഡൽ ജോൺസൺ രാജയെ പോലീസ് അതിസാഹസികമായി കീഴ്പ്പെടുത്തി. രണ്ടായിരത്തി 2017 നടന്ന ഈ കൊലപാതകത്തിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ആ കൊടും കുറ്റവാളിക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്ന പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പറയാനുള്ളത് ഇതാണ്. മക്കളുടെ മേൽ അമിത സമ്മർദ്ദം ചെലുത്താതിരിക്കുക. വേണ്ട സ്നേഹവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. തെറ്റ് ശരികൾ പറഞ്ഞു മാത്രം കൊടുത്ത് മിതശിക്ഷണത്തിൽ വളരാൻ സഹായിക്കുക. ആരെയെങ്കിലും ചൂണ്ടിക്കാട്ടി താരതമ്യം ചെയ്ത് മറ്റുള്ളവരുടെ മുൻപിൽ വേദനിപ്പിക്കരുത്. നമുക്ക് ഇലോൺ മസ്കും അംബാനിയും ഒന്നുമാകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇടയ്ക്കിടെ നമ്മെ തന്നെ ബോധ്യപ്പെടും. ഇതൊന്നുമില്ലെങ്കിലും അവർ ശാരീരികമായി വളർന്നു വലുതാവും എന്നത് പ്രകൃതി നിയമമാണ്. സംസ്കാരങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് മാതാപിതാക്കളുടെ കർമ്മം. ബാക്കിയെല്ലാം അവരുടെ വിധി പോലെ. മറ്റേതിനേക്കാളും അവരുടെയും നമ്മുടെയും ജീവിതവും ജീവനും വലുതാണ്. നമ്മുടെ തെറ്റുകൊണ്ട് അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക.